അപ്പോ തുടങ്ങാം. കർണേട്ടാ നമസ്തേ. നമസ്തേ നമസ്തേ നമസ്കാരം. കൃഷ്ണേട്ടാ നമസ്കാരം. നമസ്തേ നമസ്തേ നമസ്തേ. നമോ നാരായണായ. ഈ രൂപം ദേഹി എന്നൊരു പദത്തെ കുറിച്ച് കൃഷ്ണേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു അതെ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് രൂപം, എന്താണ് അത് ദേഹിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആ പദത്തിന്റെ അർത്ഥം നമ്മൾ നേരെ നോക്കുമ്പോഴത് ഒന്നുമല്ല അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായി. ഇതിലാദ്യം എങ്ങനെയാണെന്നറിയോ, ഇപ്പോ രണ്ടുപേരെടുത്തായിട്ട് ഇപ്പോ രണ്ട് സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇപ്പോ ഒരു 40-45 വയസ്സുള്ള ഒരാള് പോയിട്ട് ഒരു അമ്പലത്തിൽ പോയിട്ട് രൂപം തരാൻ പറയുമോ? നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ പറയൂ? അല്ല, രൂപം നമുക്കുണ്ടല്ലോ, പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ആ രൂപം എന്തായാലും നിങ്ങൾക്ക് മാറില്ല എന്ന് ഉറപ്പാണല്ലോ. അതെ അതെ അതെ. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾ പോയിട്ട് രൂപം ദേഹി എന്ന് പറയുമോ? അല്ല, അത് സത്യത്തില് രൂപം ദേഹി എന്നുള്ള ആ ശ്ലോകം മുഴുവനായിട്ടൊന്ന് ചൊല്ലിയാൽ കേട്ടാലോ? നമുക്ക് അർഗളത്തിലെ എല്ലാ ശ്ലോകങ്ങളുടെയും തുടർച്ചയാണ്. അർഗളത്തില് ജയന്തി മംഗളാകാളി എന്നുള്ള ഇത് കഴിഞ്ഞിട്ട് മധുകൈടപവിദ്രാവി വിധാതൃ വരതേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോജഹി നഹിശാസ്ത്ര നിർനാശി വിധാതൃ വരതേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോജഹി. ഇതെല്ലാ ശ്ലോകങ്ങളിൽ യോജിപ്പിച്ചിട്ടുണ്ട്. സപ്തശതിയുടെ ഭാഗമാണ്, അർഗളത്തിലെ ഭാഗമാണ്. അപ്പൊ അർഗളത്തിൽ നമ്മൾ തുടങ്ങുമ്പോ മധുകൈടപവിദ്രാവി വിധാതൃ വരതേ നമ, ഇത് കഴിഞ്ഞിട്ടാണ് രൂപം ദേഹി എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ച് ഇത് മുമ്പ് ഞങ്ങൾ കണ്ടത് വർത്താനം പറയുമ്പോ ഒന്നാണത്. അപ്പൊ നമ്മൾ ഈ രൂപം തരൂ എന്ന് ഭഗവതി എടുത്ത് പറയുമ്പോ എനിക്ക് നല്ല രൂപം തന്നാലെന്നാണ് പറയുന്നത് സാധാരണ അർത്ഥം. ഇവിടെ ഫസ്റ്റ് ചോദ്യം എന്താന്ന് വെച്ചാ, ഈ 40-45 വയസ്സുള്ള ഒരാള് പോയിട്ട് ഭഗവതി ഈ രൂപം തന്നാലെന്ന് പറയൂ? ഇപ്പൊ ജയം ദേഹി എന്തെങ്കിലും ആവാൻ നോക്ക്, ഈ രൂപം തന്നാലും എന്ന് പറഞ്ഞാൽ എന്ത് രൂപം തരാനാ ഇവര് പറയണ്ടാവും? അപ്പൊ മനോഹരമായ രൂപമാണ് ഉദ്ദേശിക്കുന്നത്. സാധ്യതയുണ്ടോ? ഇല്ലില്ല. നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് രൂപം തന്നാലെന്ന് പ്രാർത്ഥിച്ച ചരിത്രം ഉണ്ടോ? ശരീരം തരാനും പറയൂല. ഇല്ല. അപ്പോ ആ ഒരു കാര്യം ഉറപ്പായി, രൂപം ദേഹി എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന എനിക്ക് മനോഹരമായ രൂപം തന്നാലും എന്നുള്ളതായിരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അവിടെയാണ് സാധാരണ നമ്മൾ പറയുക, ആദ്യമേ ഇതിന്റെ അർത്ഥം പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോവാം. സാധാരണ രൂപം എന്ന് പറഞ്ഞാൽ രൂപ്യതേ ജ്ഞായതേ ഇതി രൂപം പരമാത്മവസ്തു, അതായത് യാതൊന്നുകൊണ്ടാണോ പരമാത്മമായിരിക്കുന്ന വസ്തുവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നതാണ് രൂപം. അപ്പൊ ആ ദേവിയുടെ സ്വരൂപം അറിയാം, പരമാത്മ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ സ്വരൂപം അറിയാനാണ് എന്നെ അനുഗ്രഹിക്കുന്നത്. ആ രൂപത്തെ തരാനാ പറയുക. ആ ജ്ഞാനം തരൂ, ശുദ്ധജ്ഞാനം തരാനാണ് പറയുന്നത്. കാരണം ഒരു ദേവീനെ അറിയണമെങ്കിൽ അന്തർമുഖമായിരിക്കുന്ന ഭഗവതി ജ്ഞാനസ്വരൂപിണി ആയതുകൊണ്ട് തന്നെ എന്തേ അറിയാൻ പറ്റുള്ളൂ? അവളെ അറിയാനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ദേവി അറിയാനുള്ള വഴി എന്തായിരിക്കും? ജ്ഞാനമാണ്. അതെ. അപ്പോ നമുക്ക് രൂപം എനിക്ക് തന്നാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് ആ ചോദ്യം വരുന്നതാണ് ആദ്യം. നമുക്കെന്തെങ്കിലും തരണമെങ്കിൽ, അതല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ചോദിക്കുന്നേ. അപ്പൊ ആ തടസ്സമാണ് നമുക്കിവിടെ അറിയേണ്ടത്. എന്താണ് ഇതിന്റെ തടസ്സം? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്? അപ്പൊ സാധാരണ പറയാ, രൂപമല്ല ധാതുവിന് നമുക്ക് വിമോഹനം എന്നാ പറയാ. അതായത് മോഹം ഉണ്ടാവുക, മോഹത്തിലെയാണ്. അപ്പോ വിമോഹനം എന്ന് പറയും. എന്താ ഇപ്പൊ ഈ മോഹം? എന്തായിരിക്കും മോഹം? മോഹം എന്ന് പറഞ്ഞാൽ സാധാരണ പറയാ ജ്ഞാനമില്ലാത്തൊരവസ്ഥ, ഇല്ലെങ്കിൽ ഒരു മോഹത്തിന് കാരണം എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ മോഹത്തിന് കാരണം എന്താ? മോഹത്തിന് കാരണം ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതാണ്. അതെ. ഇപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട്, ചിത്തത്തിനുണ്ടാകുന്ന ഒരു സാധാരണ വൈചിത്യമാണെന്ന് പറയും. മോഹ വൈചിത്യം എന്ന് പറഞ്ഞാൽ ചിത്തത്തിലുണ്ടാകുന്ന. ഹലോ, കേൾക്കാം.
ചിത്തത്തിനുണ്ടാകുന്ന വൈചിത്യമാണ്. വൈചിത്യമാണ് മോഹത്തിന് കാരണം എന്ന് പറയും. ശരിക്കും എളുപ്പം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ പറയും അന്ധക്കരണമാണെന്ന് പറയും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന ചിത്തത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്മരണം എന്നാണ്. അതായത് നമ്മൾ അനുഭവിച്ചതായ ഒരു സാധനത്തിലൂടെ ഉണ്ടായ ഒരു ജ്ഞാനമാണ് ചിത്തത്തിന് ഒരു സ്മൃതിയായിട്ട് നിൽക്കുന്നത്, സ്മരണത്തിന് കാരണമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഈ മോഹത്തിന് വരാൻ കാരണം വെച്ചാൽ നമ്മൾ പറയും 9 തരത്തിലുള്ള മാനസിക വിഭ്രമങ്ങളും ഇല്ലെങ്കിൽ ചിത്തത്തിനുണ്ടാകുന്ന വ്യത്യസ്തമായ കാരണങ്ങളുമാണ് ഈ മോഹത്തിന് കാരണമായിട്ട് പറയുക. എന്താ കാരണം? നമ്മൾക്ക് ഈ ജ്ഞാനമില്ലായ്മ ഇല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപം മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പല കാരണങ്ങളും വരും മനസ്സിലുണ്ടാവുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 9 ഭാഗങ്ങളായിട്ട് മാറ്റാം. ധൈര്യം, ഉപപത്തി, വ്യക്തി, വിസർഗം, കൽപ്പന, ക്ഷമ, സത്ത്, അസത്ത്, അശുത. ഇതാണ് ഇതിന്റെ വിഭ്രമം വരുമ്പോഴാണ്, ഇതിന്റെ നേരെ വിപരീതാവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ചിത്തത്തിന് അതിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനം വിപരീതാവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പോ ധൈര്യം എന്നാൽ എന്താ അർത്ഥം? ധൈര്യം ഉണ്ടാവുക, നല്ല സ്ഥിരമായൊരവസ്ഥ, ചലിക്കാത്ത ഇത് ഉണ്ടാവും, ചലിക്കാത്തൊരവസ്ഥ. അതെ, അങ്ങനെയുള്ളൊരു തീരുമാനം ഉണ്ടാവുക. അതായത് പ്രാരബ്ധ വരുത്തിയാകെ എന്തെങ്കിലും ഉണ്ടായാലും, എന്ത് വിഘ്നം ഉണ്ടായാലും തുടങ്ങിയ പ്രവൃത്തി ഉപേക്ഷിക്കാതെ നിൽക്കാനുള്ള അന്ധക്കരണ വൃത്തി അല്ലെ? അതെ അതെ അതെ. അതില്ലാതെ വരുമ്പോഴെന്തായിരിക്കും സംഭവിക്കുക? ഭയം തുടങ്ങിയോ? മനസ്സിന്റെ ഇതൊന്നും തുടങ്ങിയോ? ഇനി രണ്ടാമത് ഉപപത്തി എന്ന് പറയും. അപ്പൊ ആദ്യത്തെ ധൈര്യമാണ്, രണ്ടാമത്തെ ഉപപത്തി. യുക്തിയോടുകൂടിയുള്ള വിഷയങ്ങളെ സമീപിക്കുന്നതിനെയാണ് ഉപപത്തി എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു വിഷയത്തെ നാം പറയുമ്പോഴോ അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യുക്തിയുമായി പറയുകയും അതേപോലെ തന്നെ കേൾക്കുമ്പോൾ അതേ യുക്തിയുടെ തലത്തിൽ വിഷയത്തെ മനസ്സിലാക്കാനും ശ്രമിക്കുന്ന അവസ്ഥയാണ് ഉപപത്തി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എപ്പോഴാ ദേഷ്യവും സങ്കടമൊക്കെ പെട്ടെന്ന് വരുന്നത്? ഈ 2 വിഷയങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാ. ഒന്ന് ഭയം, ശരിയല്ലേ? രണ്ടാമത് നമുക്ക് മറ്റുള്ള ഒരാളിലേക്ക് വ്യക്തമായി നമുക്ക് സൂചിപ്പിക്കാൻ അയാൾക്ക് മനസ്സിലാവാത്തൊരവസ്ഥ വരുമ്പോ. അതെ, അതേമാതിരി തിരിച്ച് നമ്മൾ കേൾക്കാതെ വരുമ്പോഴും നമുക്ക് എന്ത് വരും? ശരിയാ, ദേഷ്യം വരും. ദേഷ്യം, എന്തെങ്കിലുമൊക്കെ നമുക്ക് അസ്വസ്ഥത, ഒരു സാധനം മനസ്സിലാവണില്ല. ശരിയല്ലേ? ഇനി മൂന്നാമത്തതാണ് വ്യക്തി അഥവാ സ്മരണം എന്ന് പറയും. നമ്മൾ പറയാ, എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അനുഭവങ്ങളിൽ നിന്ന് ഒരു വസ്തുവിന്റെ സ്മൃതിയാണല്ലോ സ്മരണ. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവിന്റെ സ്മൃതി, വസ്തു ഒന്നും ആവാം, എന്തും ആവട്ടെ അല്ലേ? ഒരു വിഷയം പറയുമ്പോഴോ കേൾക്കുമ്പോഴോ ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന വ്യക്തമായ ആശയം വരുന്നത് എപ്പോഴാ? നമ്മളുടെ അനുഭവ സിദ്ധമാകുമ്പോഴാണ്. ആണോ? സ്പഷ്ടത വരുന്നതാണ് അനുഭവതലം. സ്മൃതിപഥത്തിൽ ഉണ്ടാവുകയും വേണം, വേണ്ടേ? അപ്പോഴാണ് ഇത് എനിക്ക് സ്പഷ്ടമാണെന്ന് പറയുക, അല്ലേ? ഈ സ്പഷ്ടത നഷ്ടം വരുമ്പോഴാണ് വ്യക്തിക്ക് സ്വയം നിലനിൽപ്പില്ലാതെ ആവുക. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾക്ക് ഈ അനുഭവം ഇല്ലാത്ത സമയത്തേക്ക്, നമുക്ക് സ്മരണ കൃത്യമായ അനുഭവം ഇല്ലാതെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം ആഡ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും കൂട്ടിക്കൂട്ടുകയോ ചെയ്യും. എന്താ കാരണം? വിഷയത്തിലുണ്ടാകാത്ത സ്പഷ്ടത. ശരിയല്ലേ? സ്പഷ്ടതക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. കാരണം നമുക്ക് അറിയില്ലല്ലോ. അപ്പോ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നെങ്കിൽ ആ വിശേഷത്വം ഉണ്ടാവുമ്പോഴാണ്, അതായത് നമ്മളുടെ ജീവിതത്തിൽ സ്പഷ്ടത വരുമ്പോഴാ, അല്ലേ? സ്പഷ്ടതയാണ് നമ്മൾ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പറയാം അവന് നല്ല വ്യക്തിത്വം ഉണ്ടെന്നല്ലേ? ഈ സ്പഷ്ടത ഇല്ലാത്ത അവസ്ഥയാണ് മറ്റൊന്ന്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? പറയുന്നത് സ്പഷ്ടമായിട്ടാണോ, നിന്റെ അനുഭവം കൊണ്ടാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് മിണ്ടാതെ ആവും. ശരിയല്ലേ?
അതെ അതെ. ഇനി ഒരെണ്ണം അടുത്തതാണ് വിസർഗം എന്ന് പറയും. വിസർഗം എന്ന് പറയാൻ സാധാരണ ഇവിടെ അർത്ഥം എടുക്കുന്നത് പലതരത്തിലെ പറയാം. സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. വിസർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ കർമ്മഫല ത്യാഗമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ കർമ്മഫലത്തെ ത്യാഗം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കുക. കർമ്മത്തിന്റെ ഒരു ഫലത്തെ ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ വിസർഗം കൊണ്ട് പറയുക. അതായത് ഇപ്പോ എന്താ അത് കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തു എന്ന് വെക്കൂ, അതിനുശേഷം നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? കൊടുത്തത് അബദ്ധമായോ, വേണ്ടിയിരുന്നില്ല, എന്റെ കയ്യിലെ കാശ് പോയി, വേണ്ടായിരുന്നു, കൊടുക്കണ്ടായിരുന്നു. കണ്ടോ? പറഞ്ഞ മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലായില്ല. അതെ, നമ്മൾ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷവും നമ്മൾ അതിനെ കെട്ടിപ്പെടാതിരിക്കുക മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. കൊടുത്തതിന് ശേഷം കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനത് ചെയ്തുകൊണ്ട് ഞാനത് ചെയ്തിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു. ശരിയല്ലേ? ഈ സാധനം പലപ്പോഴും മനസ്സിനൊരു പ്രശ്നമാവും. എപ്പോഴും ഒരു മിഥ്യാജ്ഞാനം നമ്മളാണെന്നും പറഞ്ഞിട്ടുള്ള ഒരു കാരണം ഇതിനുണ്ടാക്കും. ശരിയല്ലേ? ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ മിഥ്യാബോധത്തെ വളർത്താൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ഈ സാധനമാണ്. ശരിയല്ലേ? പിന്നെയുള്ളതാണ് കൽപ്പന. നമ്മൾ കൽപ്പന എന്ന് പറഞ്ഞാൽ ഭാവന എന്തൊക്കെയാണ് മലയാളത്തിൽ പറയുക. പിന്നെ നമ്മൾ പറയുക സാമർഥ്യം. ഇതിൽ പറയുക നമ്മൾ ശക്തിയോട് കൂടിയവനെയാണ് സമർത്ഥൻ എന്ന് പറയുക. ഒരു ജയിക്കുവാൻ സാധിക്കുന്നത് എന്തോ, നിങ്ങൾ ഏത് പ്രവൃത്തിയാണെങ്കിലും എന്തായിരിക്കും അത് ജയിക്കുവാനുള്ള സാമർഥ്യം ഉണ്ടാകുന്ന നമ്മൾ എന്ത് പറയും? സമർത്ഥൻ എന്ന് പറയും. ആണല്ലോ? അപ്പോ ഏത് സാധനവും വളരെ വ്യക്തമായി ജയിക്കുവാനുള്ള സാമർഥ്യം ഉണ്ടാകണം. അത് അവനവന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. ആണല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒരു സാമർഥ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 3 തരത്തിൽ പറയും. പ്രഭാവം കൊണ്ട്, ഉത്സാഹം കൊണ്ട്, മന്ത്രജം കൊണ്ട്, ഇങ്ങനെ 3-4 തരത്തിൽ പറയാറുണ്ട്. ഒരു വ്യക്തിക്ക് സമർത്ഥൻ എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാവണം, അതിന്റെ കൂടെ തന്നെ അതിന്റെ ഉത്സാഹം ഉണ്ടാവണം, അതിന്റെ തുടർച്ച ഉണ്ടാക്കാനുള്ള കഴിവ് വേണം. ഇല്ലേ? നിലനിർത്താനുള്ള കഴിവ് വേണം, അതിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കഴിവ് വേണം. വേണ്ടേ? ചിലവർ പറയും ആരംഭശൂരത്വം എന്ന് പറയും. ചിലവർ ഇടയ്ക്ക് വന്ന് തൊട്ടിട്ട് പോകും. പക്ഷെ വളരെ കുറച്ചു പേരാണ് ഉണ്ടാക്കി അവസാനിപ്പിക്കാനുള്ള കഴിവുണ്ടാവുക. മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് തുടങ്ങാൻ ഭയങ്കര ആരംഭശൂരത്വമാണ്, അതിനുശേഷം പിന്നെ അത് നിർത്തിക്കളയും. ചിലർ പകുതി വരെയും കൊണ്ടുപോകും, അതിനുശേഷം നിർത്തിക്കളയും. ഈ ഒരു സാധനം മനസ്സിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സാമർഥ്യം. പിന്നെയുള്ളത് ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമാന്യ രീതിയിൽ നമ്മൾ ക്ഷമ എന്ന് പറയും. സാമാന്യമായിട്ട് പറയുക, ദ്രോഹിച്ചവരോട് പോലും ആ വ്യക്തികളുടെ തെറ്റുകൾ പൊറുക്കാനുള്ള കഴിവ്. ഇതാണ് സാധാരണ നമ്മൾ ക്ഷമ എന്ന് പറയുന്നത്. അതായത് കായവാങ് മനസ്സുകൊണ്ട് എന്ത് ദ്രോഹം ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനെ പൊറുക്കാനുള്ള കഴിവുണ്ടാവുക. ഇതാണ് ക്ഷമ. ക്ലിയറായോ? ഇപ്പോ നമ്മൾ പറയുന്ന കുപ്യന്തി നവാഹന്തി സക്ഷമാ പരികീർത്തിത. നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു വ്യക്തിയോട് പറയുമ്പോൾ പോലും എന്തെങ്കിലും നമ്മൾ ചെയ്താലും വരുന്നത് വരട്ടെ നമുക്ക് നോക്കാം, അല്ലാതെ അവര് പറഞ്ഞതിന് ശേഷവും നമ്മൾ അത് വെച്ചുകൊണ്ട് മനസ്സിലിട്ട് പെരുപ്പിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. ശരിയല്ലേ? ആ അവസ്ഥ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്ന് പറയും. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു വിഷയത്തോട് അനാസക്തിയോടിരിക്കുക. സത്യം പറഞ്ഞാൽ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പെരുപ്പിച്ച് നിങ്ങളൊരു രാജാവാക്കി തരും മനസ്സ്. ശരിയല്ലേ? ചെറിയ നമ്മൾ ദിവാസ്വപ്നം കാണുന്ന ഒരു പരിപാടികളുണ്ട്, അതേപോലെയാണ്.
നിങ്ങൾ ഒരു അരമണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ടൊരു രോഗം ഒരു പുതിയ ആശയം ഉണ്ടാക്കി അതിൽ വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി നിങ്ങൾ അതിന്റെ രാജാവായിട്ടിരിക്കും. ഇതാണ് അതില്ലാതെ ഇരിക്കുക, മനസ്സിന്റെ സ്വരൂപമാണ്. പിന്നെയുള്ളത് അസത്താണ്. അസത്ത് എന്ന് പറയാൻ രാഗദ്വേഷാദികൾ എന്ന് പറയും. ശരീരത്തിന് രോഗങ്ങൾക്ക് കാരണമാകുന്നതായ രാഗാദികളെ ഉണ്ടാക്കുന്നതാണ് രാഗദ്വേഷാദികൾ എന്ന് പറയും. അപ്പോ വൈരാഗ്യം, നമ്മളുടെ ഉള്ളിൽ മനസ്സിനും ശരീരത്തിനും രോഗങ്ങളെ രാഗങ്ങൾ ഇല്ലാതിരിക്കുക. പിന്നെയുള്ളതാണ് അസ്ഥിരത. അപ്പോ ഈ എന്താ പറയാ, ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഇതാണോ ശരി അതാണോ ശരി, ഇതാണോ ശരി അതാണോ ശരി. നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴും ചഞ്ചലത എന്നുള്ളത് മനസ്സിന്റെ പ്രത്യേകത, സംശയമാണ് മനസ്സിന്റെ പ്രത്യേകത. അപ്പോ ഇനി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നമ്മൾക്ക് ജ്ഞാനത്തിന് തടയിടുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മൾ മുൻപിൽ പറഞ്ഞ ഈ 9 കാര്യങ്ങൾ നേരെ വിപരീതാവസ്ഥയിലേക്ക് എത്തിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ജ്ഞാനത്തിന് തടസ്സമാവും. ശരിയാണ്, മനസ്സിലായില്ലേ? ഒരു ഉപാസകൻ മനസ്സിനുണ്ടാകുന്ന ഈ 9 വിഭാവങ്ങളെ അടക്കിയാൽ എന്ത് സംഭവിക്കും? ഉപാസം പുറത്തു കിടക്കും. അപ്പോ ഈ അനുഭവം കൃത്യമാവുമ്പോ, അതായത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവം കൃത്യമാകുമ്പോൾ എന്ത് സംഭവിക്കും? അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന സംസ്കാരവും സംസ്കാരത്തിന്റെ ഉണ്ടാകുന്ന സ്മൃതിയും കൃത്യമാവും. ചിത്തശുദ്ധി വരും. ശരിയല്ലേ? കൃത്യമായോ? ഇനി ഒന്ന് ചിന്തിച്ചോക്കേ, രൂപം രൂപ്യതേ ജ്ഞായതേ പരമാത്മവസ്തു. ഏതൊന്നുകൊണ്ടാണോ പരമാത്മവസ്തുവിന്റെ ജ്ഞാനത്തെ അറിയാൻ സാധിക്കുന്നത് അതാണ് ചോദിക്കേണ്ടത്. രൂപം ദേഹി. അപ്പോ ഞാൻ അറിയാൻ എന്റെ രൂപത്തെ തരൂ, എനിക്കില്ലെങ്കിൽ രൂപത്തെ തന്നാലും എന്ന് ദേവിയോട് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത് എന്തായിരിക്കും? എനിക്ക് ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ സമയം വരെ ലഭ്യമാകാതിരിക്കാൻ കാരണമായിരിക്കുന്ന ഈ 9 മാനസിക വികാരങ്ങളെ എന്ത് ചെയ്തു തരണം? ശരിയല്ലേ? ഇപ്പോ സാധാരണ രീതിയിൽ ഇതേ സാധനം തന്നെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ എന്താ പറയാ, പാതഞ്ജലി യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, വ്യാധിസ്ഥാന സംശയ പ്രമാദ ആലസ്യ അവിരതി ഭ്രാന്തിർ ദർശന എന്നും പറഞ്ഞിട്ട്. ഈ 9 അവിടെയും പറയുന്നുണ്ട്. ഒന്നില് വ്യാധി, ശാരീരികം അല്ലെങ്കിൽ രോഗം. ഇവിടെ അത് തന്നെ നമുക്ക് രാഗാദികൾ. നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും തളർച്ചയും വ്രണവും അനുഭവപ്പെടുമ്പോ എന്ത് സംഭവിക്കും? നമുക്ക് ചിത്തത്തിന് നമുക്ക് മാനസിക പ്രശ്നം വരും, ചിത്തത്തിന് ഉറപ്പുണ്ടാവില്ല. ശരിയല്ലേ? ഈ വരുന്ന 9 ഒരെണ്ണത്തില് പ്രശ്നം ബാക്കി 9 പറയുന്നത് സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഉദാസീനതയാണ്. നമ്മളൊരു സാധനം തുടങ്ങിയതിന് ശേഷം തുടർച്ചയായിട്ടുണ്ടാവുന്ന ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കുക, ഉത്സാഹത്തിന്റെ അഭാവം, വിരസതയാണ് രണ്ടാമത്തത് വരുന്നത്. മൂന്നാമത്തെ സംശയം സ്വന്തം കഴിവിനുള്ള സംശയമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനം സ്വന്തം പ്രയത്നത്തിൽ നമുക്ക് പൂർണ്ണത ഇല്ലാത്തൊരു ഇത് വരുമ്പോഴാണല്ലോ നമുക്ക് സംശയം വരുന്നത്. എനിക്കിത് പറ്റുമോ ഇത് ഇല്ലേ? അപ്പോ ഇതിൽ പറയുന്ന പ്രമാദം എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത ഇതിൽ 9 യോഗപാതയിൽ പറയും പ്രമാദം എന്ന് പറഞ്ഞത് അശ്രദ്ധയാണ്. ഒരു വ്യക്തിക്ക് ഒരു ഇതിൽ നിന്നുണ്ടാകുന്ന അശ്രദ്ധ. പിന്നെ അടുത്തത് പറയുന്നത് ആലസ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിരതി. ഒരു സാധനത്തിൽ തുടർച്ചയായിട്ട് ഒരു വിഷയത്തിൽ ഇരുന്നുകൊണ്ട് ഒരു സാധനത്തിൽ മാത്രം നിൽക്കുക, രാഗം വെച്ചുകൊണ്ടിരിക്കുക, ഒരു വിഷയം മാത്രം ചിന്തിച്ചു കൊണ്ടുപോവുക. 7ാമത്തെ ഭ്രാന്തി ദർശനം, മിഥ്യാധാരണകളും തെറ്റിദ്ധാരണയിലും ജീവിക്കുക. പിന്നെ നമ്മൾ പറയില്ലേ, അവനവന്റെ അലബ്ധി ഭൂമികത്വം പറയുന്നത് അവനവന്റെ കഴിവുണ്ടായാൽ പോലും അതിനെ സംശയിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നതാണ് ഒരെണ്ണം. ലാസ്റ്റത്തെ അനാവസ്ഥിത ചിത്തത്വം, നമുക്ക് നിലനിർത്താനുള്ള കഴിവില്ലായ്മ. അപ്പോ മനസ്സിന്റെ അതേ സാധനത്തെ തന്നെ മറ്റൊരു തരത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? യോഗഭാഷ്യം മറ്റു തരത്തിൽ ചിത്തവിക്ഷേപമായിട്ട് പറഞ്ഞിരിക്കുന്നു, അന്തർമുഖമായിട്ട്. അപ്പോ രൂപം ദേഹി എന്ന് പറയുമ്പോൾ എനിക്ക് മനോഹരമായ രൂപം തരൂ എന്ന് മാത്രമല്ല അർത്ഥം വരുന്നത്.
ആ രൂപം നമുക്ക് തരുന്നത് മറ്റൊരർത്ഥത്തിനാണ്. ഇനി ഒരു സാധാരണ അർത്ഥത്തിലേക്ക് ചിന്തിക്കൂ. ഒരു വ്യക്തിയുടെ രൂപം പറയുന്നത് എന്തിനാ? ആ വ്യക്തിയെ തിരിച്ചറിയാനാണ്, ആണല്ലോ. അപ്പൊ ഇവിടെ രൂപം ദേഹിന്ന് ഒരു ദേവിയുടെ കാര്യത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്? അല്ല, അതിനെ തിരിച്ചറിയാനുള്ള ഒരു വഴി പറഞ്ഞു തരുമെന്നാണ്. ഇവിടെ ദേവി ജ്ഞാനസ്വരൂപിണി ആയതുകൊണ്ട് തന്നെ രൂപം എന്ന് പറയുന്നത് ആ ദേവിയുടെ സ്വരൂപത്തെ അറിയലായിരിക്കും, ആണല്ലോ. അപ്പോ ഞാൻ രൂപം കാണിച്ചു തരൂ ഭഗവതി, നിന്റെ ഉള്ളിലുള്ള എന്റെ ഉള്ളിലിരിക്കുന്ന നിന്റെ സ്വരൂപം കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണിന് മറയായിരിക്കുന്ന ഏതൊരു സാധ്യതകളുണ്ടോ, എന്തൊക്കെയാണോ തടസ്സങ്ങൾ, അത് നീക്കി നിന്നെ പ്രകടമാക്കി തരുമെന്നല്ലേ ചോദിക്കുന്നേ. അപ്പൊ എന്താ എനിക്ക് ഇതുവരെ ഭഗവതിയെ തിരിച്ചറിയാത്ത, ജ്ഞാനസ്വരൂപിണിയായിരിക്കുന്ന അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ ആയിരിക്കുന്ന ആ ദേവിയെ തിരിച്ചറിയാത്ത കാരണം എന്റെ മാനസികമാണ്. അപ്പൊ ആ മാനസികമായിരിക്കുന്ന അവസ്ഥകളെ മാറ്റുക, ശരിയല്ലേ? അപ്പോ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒമ്പത് ഈ ഫീലിങ്സുകളും സ്റ്റഡി ആയി കഴിഞ്ഞാൽ ദേവിയെ കാണാൻ പറ്റും. അത് തന്നെ, അത്രയേ ഉള്ളൂ. അവിടെ രൂപം തെളിഞ്ഞു. അങ്ങനെ തന്നെ. കാരണം അടുത്തത് വന്നിരിക്കുന്നത് ജയം ദേഹിയാണേ. അപ്പൊ ജയം എന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യമായിട്ടുള്ളൊരു ഇതിനെയല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണ് ജയം സാമാന്യ ജയമായി പറഞ്ഞത്. പക്ഷേ ജയത്യനയന പരമാത്മനഃ സ്വരൂപമേ ജയോ. അപ്പോ എന്താണോ നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാമാന്യ ജയമായിരിക്കാം. പക്ഷേ ദേവി ഉപാസിക്കുന്ന ഒരു ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലെ ചെറിയ ജയം മാത്രം പോരാ. എന്ത് വേണം? പരമാത്മസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ അറിയുന്നതാണ് എന്റെ ജയം, അല്ലേ? ഇപ്പൊ രൂപം ദേഹി, എന്റെ ദേവിയുടെ അടുത്തേക്ക് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തവരായിരിക്കുന്ന ആ തടസ്സങ്ങളെ നീക്കിയിട്ട് എനിക്ക് പരമാത്മസ്വരൂപ ജ്ഞാനത്തെ തന്നാലും അതിനുശേഷം എന്ത് വേണം? എനിക്ക് നിന്റെ സ്വരൂപത്തെ അറിയാനായിട്ടുള്ള ജയത്തെ പ്രദാനം ചെയ്താലും. കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോ നിങ്ങൾ ദേവിയുടെ അടുത്ത് രൂപം തന്നാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയുന്ന യഥാർത്ഥത്തിൽ ഏത് രൂപത്തെയാണ്? എന്റെ മാനസികക്ഷോഭത്തിന് കാരണമായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും മാറ്റി ചിത്തത്തിന് ശുദ്ധി വരുത്തി ആ ചിത്തശുദ്ധിയിലൂടെ എനിക്ക് നിന്റെ സ്വരൂപത്തെ അറിയാനുള്ള ജ്ഞാനം തന്നാലും. ഈ ഒരൊറ്റ വാക്കാണ് രൂപം ദേഹി എന്നൊരൊറ്റ വാക്കിലൂടെ യോജിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ സാധനമാണ് ചിത്രകാരൻ യഥാർത്ഥത്തിൽ രൂപത്തിലൂടെ പ്രദാനം ചെയ്യുന്നതും. അതെ, ദേവിയുടെ പരമാത്മ സ്വരൂപത്തെ നിങ്ങൾ വരച്ച് കാണിക്കുമ്പോൾ അതിലൂടെ ഒരു ജ്ഞാനത്തെ പ്രകടമാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ചിത്രസൂത്രത്തിൽ പഠിപ്പിക്കുമ്പോഴും ഇല്ലെങ്കിൽ ചിത്രത്തിന്റെ ബേസ് നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞത്. ഒരു ആശയത്തെ അതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. അതെ, കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ. അതെ, ഈ രൂപത്തിൽ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് തിരിച്ചും ശരിയല്ലേ? ഞാനിവിടെ വിശ്വാസമായി അതിന്റെ ഈ പറഞ്ഞ 9 ഭാവങ്ങളെയും ഉൾക്കൊണ്ട് ഒരു ചിത്രത്തിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ചിത്രം പുറത്തേക്ക് കൊടുക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ട് കൊടുക്കുകയും ചെയ്യും. സത്യം. അതെ, അതായത് ഒരു രൂപം നിങ്ങൾ വരച്ച് അതിന്റെ സ്വരൂപത്തെ വരയ്ക്കുമ്പോൾ അതിലൂടെ എനിക്ക് ഏത് ജ്ഞാനമാണോ കിട്ടുന്നത് ആ ജ്ഞാനം തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷെ അതിന് തടസ്സമായി നിൽക്കുന്ന മാനസിക വിഭ്രമത്തെ നീക്കുകയും കൂടെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് മാത്രം. ശരിയായില്ലേ? ഇതാണ് അർഗളാസ്തുതിയിലെ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി എന്നുള്ളതിന് രൂപം ദേഹി എന്നുള്ളതിന്റെ അർത്ഥനിർദ്ധാരണം. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഏതാ അർഗളത്തിലുള്ള ഓരോ ശ്ലോകത്തിനും ഇത്തരത്തിലായിരിക്കില്ലേ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടാവുക. തന്നെ ഇത് പറയാൻ കാരണം വെച്ചാൽ ഓരോ സാധനങ്ങളെയും ഒരു കഥകളിലൂടെ യോജിപ്പിച്ചിട്ട് അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കൃഷ്ണയുടെ വേറെ സംശയം ചോദിച്ചോട്ടെ, ഈ രൂപം എന്നൊരു പദം എടുത്തു കഴിയുമ്പോ ആ രൂപം എന്നൊരു പദം ഇവിടെ വരുന്ന രൂപം ദേഹി എന്നൊരു പദത്തിൽ വരുമ്പോഴല്ലേ ഇതിന് 9 ഭാവത്തിലേക്ക് മാറുന്നത്? അതെ, നോക്കൂ, നമുക്ക് അധികാര വിഷയ സംബന്ധ പ്രയോജനം എന്നൊരു സാധനമുണ്ട്.
ഏത് വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോ സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായിട്ട് എടുക്കുമ്പോ ബാറ്ററി ആയിട്ട് എടുക്കൂ, മൊബൈലിന്റെ ഇതിലായിട്ട് എടുക്കൂ, എന്തെടുക്കണം എന്നുള്ളത് നമ്മൾ വിഷയത്തെ ബേസ് ചെയ്തിട്ടാ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ മധു കൈടഭ വിദ്രാവി വിധാതൃ വരദേ നമഃ എന്ന് പറഞ്ഞിരിക്കുന്നത് മാനസിക ദോഷങ്ങളെയും അതേസമയം തന്നെ മാനസിക ദോഷത്തിന്റെ തുടർച്ചയായി നിൽക്കുന്ന അപാനവായുവിന്റെ ബന്ധനമായിരിക്കുന്ന കൈടഭത്വവുമെന്ന് ശരീരം ദോഷകരമായി ഭവിക്കുന്ന ഭാവമാണ്. അപ്പൊ ഈ ഒരു സംശയം ഈ മധു കൈടഭൻ എന്ന് പറയുന്നത് അപ്പൊ അസുരന്മാരല്ലേ? അസുരന്മാരാണ്. അസുരൻ എന്ന് പറഞ്ഞാൽ അസ്യതി ദേവാനിധി, ഇല്ലെങ്കിൽ ദേവത്വം നമ്മളുടെ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ ഒരു കഥയിൽ നിന്ന് വ്യത്യാസമായിട്ട് എടുക്കുമ്പോൾ ദേവ എന്ന് പറഞ്ഞാൽ ദിവദ്യോതനി, ശരീരത്തിൽ ദ്യോതനം ഉണ്ടാക്കുന്നത് ആരാണോ അവരെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. അസുരന്മാരെന്ന് പറഞ്ഞാൽ അസ്യതി ക്ഷിപതി, ഇല്ലെങ്കിൽ ക്ഷേപണം ചെയ്യുന്നവരാരാണോ, ഈ ദേവത്വത്തെ ക്ഷേപണം ചെയ്യുന്നവരാരാണോ അവരാണ് അസുരന്മാർ. അപ്പോ ദ്യോതനം സംഭവിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ നേരെ വിപരീത ഭാഗത്തെ ഉണ്ടാക്കുന്നവരാണ് അസുരന്മാർ. അപ്പോ മഹിഷാസുര എന്ന് പറഞ്ഞാൽ നോക്കൂ, മഹിഷാസുരൻ എന്നാണ് അടുത്ത ശ്ലോകം വരുന്നത്. മഹിഷാസുര നിർനാശ. അപ്പോ മഹിഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ ബാലത്രിപുരയുടെ പേരാ. അപ്പൊ ബാലത്രിപുര എന്ന് പറയുന്ന മഹിഷി എങ്ങനെ മോശമാവുക? അല്ലെങ്കിൽ പട്ടമഹിഷി എങ്ങനെ തെറ്റാവുക? രാജ്ഞിയുടെ പേരല്ലേ. അപ്പൊ മഹിഷി എന്നൊരു തെറ്റായ പേരാവൂ. അപ്പൊ പട്ടമഹിഷി എന്നവരാവും രാജാവിന്റെ പോത്തെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇല്ല. അപ്പൊ നോക്കണ്ട വെച്ചാ എപ്പോഴാണ് മഹിഷത്വം എന്നുള്ള ഭാവം മാറുന്നത്? അവിടെ ആസുരശബ്ദം വന്നിട്ടുണ്ടേ. പട്ടമഹിഷി എന്ന് പറഞ്ഞാൽ, പട്ടം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. അപ്പൊ രാജാവിന്റെ ഇച്ഛ എന്താണോ അതിന് അനുകൂലമായി സഞ്ചരിക്കുന്നത് ആരോ അവൾ പട്ടമഹിഷി ആണല്ലോ. അപ്പൊ മഹിഷ എന്ന് പറഞ്ഞ ഇച്ഛ ഉണ്ടാവണ്ടേ? എപ്പോഴാണോ ഇച്ഛ ആസുരികമാകുന്നത് അപ്പോഴാണ് മഹിഷാസുരത്വം വരിക അല്ലേ? മഹിഷാസുര നിർനാശയാണ്, മഹിഷാസുരമർദ്ദനാണ്. മഹിഷീമർദ്ദനം എന്ന് പറയുന്നത് നിങ്ങൾ അസുരത്തെ കണക്കാക്കിക്കൊള്ളോടെ. മഹിഷാസുരമർദ്ദിനിയാണ് വരുന്നത്. അതെ. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹിഷി എന്ന് പറയുന്നത് ബാലത്രിപുരയുടെ, മഹിഷി എന്ന് പറയുന്ന ഒരു ദേവതയുടെ പേരായിട്ട് നിൽക്കുന്നുണ്ട്. അത് ബാലത്രിപുരയുടെ പേരാ. അങ്ങനെയാണെങ്കിൽ ബാലത്രിപുര അസുരിയാണോ? അല്ല. അവിടെ ഇച്ഛാരൂപിണി ആയതുകൊണ്ടാണ് അവള് മഹിഷിയാവുന്നത്. ശരിയല്ലേ? അതെപ്പോഴാണ് ആസുരമാവുന്നത്? അപ്പൊ എന്തായി? മഹിഷാസുരമായി, ഇച്ഛ മോശമായി. ശരിയല്ലേ? ആശങ്കയോ? എപ്പോഴാണോ നിങ്ങളുടെ ഇച്ഛ മോശമാവുന്നത് അപ്പോഴാണ് മഹിഷാസുരമർദ്ദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശുദ്ധമായ ഇച്ഛയല്ലേ? ആശയം കൃത്യമായോ? നിങ്ങളുടെ ഇച്ഛാസ്വരൂപിണിയാണ്, ഇച്ഛാജ്ഞാന ക്രിയാസ്വരൂപിണിയാണ് ദേവി. ഇച്ഛ മോശമല്ല. എപ്പോഴാണോ ആ ഇച്ഛ എന്തിനോട് വരുന്നത്? അത് ഓപ്പോസിറ്റായി മാറുമ്പോൾ അവിടെയാണ് ഇഷ എന്ന ഇച്ഛാരൂപം. അപ്പൊ നിങ്ങളുടെ വൃദ്ധിയായി ഇച്ഛാരൂപത്തിൽ വർദ്ധിക്കുന്നതെന്തോ അത് മഹിഷമാണ്. ഇച്ഛാഭീഷണി നിരന്തരമായി പോകുന്ന ഇച്ഛയാണ്. ആ ഭാവത്തിൽ വരുമ്പോ, ശുദ്ധമായ ഇച്ഛാസ്വരൂപത്തിൽ വരുമ്പോ ദേവതയല്ല. എപ്പോഴാണോ അസുരമാവുന്നത് അപ്പോഴാണ് എന്താവുക? മഹിഷാസുരമർദ്ദിനി വരുന്നത്. അല്ലെങ്കിൽ ആത്മജന്യ ഭവിച്ച എന്ന് പറഞ്ഞ ഇച്ഛ മുഴുവനും അസുരമാവേണ്ടി വരും. അങ്ങനെയല്ല, നിങ്ങൾ ആസുരികമാവുമ്പോഴാണ് മഹിഷാസുരമർദ്ദിനിയാവുക. ആ ആസുരിക ഭാവത്തെയാണ് ദേവി കൊല്ലുന്നത്, അല്ല ഇച്ഛാസ്വരൂപത്തെ അല്ല. ഇച്ഛയെ കൊല്ലുന്നില്ലല്ലോ. സ്വയം ദേവി ഇച്ഛാജ്ഞാനക്ക് ക്രിയാസ്വരൂപിണിയല്ലേ. അതായത് മഹിഷൻ എന്ന് പറയുന്ന, മഹിഷാസുരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവത്തിനെ ദേവി ഇല്ലാതാക്കുന്നു.
എന്നാണ്, അതെ അല്ലാതെ മഹിഷാസുരൻ എന്ന് പറഞ്ഞ് അതെ പുറത്തൊരു സാധനമല്ല. അതെ അത് നോക്കൂ, നിങ്ങൾക്കൊരു സാധനം കാണിക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മഹിഷാസുരത്വം കാണാം. എപ്പോഴായിരിക്കും? നിങ്ങളുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. ആശ്രികമായ ഇച്ഛയോടുകൂടി ലോകത്ത് കാണുന്ന എത്രയോ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെ അതെ അതെ. അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എത്രയോ പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ, അവനവന്റെ ആവശ്യമില്ലാത്തതായ അനാവശ്യ ഇച്ഛകൾ കൊണ്ട് ലോകത്തെ നാശത്തിലേക്ക് നയിക്കുന്ന എത്ര പേരെ കണ്ടിട്ടുണ്ട്? അവരൊക്കെ തന്നെയാണ് മഹിഷാസുരത്വവും. അതിനെ നേരെയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ഛ ശുദ്ധാക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു കഥകളിൽ കൂടെ നിങ്ങൾക്ക് തരുന്ന ധർമ്മോപദേശമാണ്. അല്ലാതെ ഏതോ ഒരു ലോകത്തിൽ നിന്ന് ദേവത യുദ്ധം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ദേവീ മഹാത്മ്യം എന്നത് ഉപാസക ദൃഷ്ടിയിലാണ്. അർഗളം, കീലകം, കവചം എന്നത് ഉപാസകർക്ക് വേണ്ടിയിട്ടാണ്. ആണോ? അത് ദേവിയെ ഭജിക്കുന്നതാണോ? ദേവിയെ ഭജിക്കാൻ വേണ്ടിയാണോ? അത് ദേവിക്ക് ഭജിച്ചിട്ട് എന്താ കാര്യം? ദേവി ഓൾറെഡി ജ്ഞാനസ്വരൂപിണിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. ആണോ? ഉപാസകന് വേണ്ടിയിട്ടുള്ളത്. ഉപാസകന്റെ ഉള്ളിൽ ഉപാസകാനാം കാര്യാർത്ഥമല്ലേ? ഉപാസകന് വേണ്ടിയിട്ടല്ലേ അർഗള മാർക്കണ്ഡേയൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഭഗവതിക്ക് വേണ്ടിയാ? അല്ലല്ല, ഉള്ളില് അതെ. അപ്പോ അർഗളസ്തുതിയിലൂടെ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതിലൂടെ മാർക്കണ്ഡേയൻ പറയുന്നത് എങ്ങനെ, ഇപ്പോ ജയന്തി മംഗളാകാളിന്ന് ദേവിയെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നും കൂടെ അവിടെ പറയുന്നുണ്ടേ. മനസ്സിലായോ? എന്താണ് മധുകൈടവന്മാർ? ആ മധുകൈടവൻ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് വരുന്നത്, അതിനെ എങ്ങനെയാണ് ദൂരെയാക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുക. ശരിയായോ? മധുകൈടവ വിദ്രാവി, ദേവി മധുകൈടവന്മാരെ ഓടിക്കുന്നവളാണ്. അപ്പൊ ആ മധുകൈടവന്മാർ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ, അതെങ്ങനെയാണ് വരുന്നത്? രക്തബീജവതേ ദേവി, എന്താണ് രക്തബീജത്വം? നിങ്ങൾക്ക് എങ്ങനെയാണ് രക്തബീജത്വം വരുന്നത്? നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് രക്തബീജത്വം വരുന്നത്? ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ ആ രക്തബീജത്വം വരാതിരിക്കാൻ ഒരു ഉപാസകൻ ശ്രദ്ധിച്ചോളണം. രണ്ടായി പോകരുത് എന്ന് വെച്ചാല് മറ്റത് കഥയിലോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ രണ്ടായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ആശ്രികമായ എന്താണ് മഹിഷാസുര വിദ്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മഹിഷരൂപമായ ഇച്ഛയെ നശിപ്പിച്ച് ബുദ്ധിക്ക് സ്ഥിരതയും തെളിമയും നൽകി ജ്ഞാനത്തെ സ്വീകരിക്കാൻ പ്രാപ്തമാക്കുക, ഇന്ദ്രിയ ചാബല്യങ്ങളും വിശേഷം നീക്കി സത്വശുദ്ധി പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പൊ മധുകൈടവ വിദ്രാവി വിധാതൃ വരതേ നമ. കണ്ടോ? മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോ ഏതോ ദേവത എവിടെ നിന്ന് കൊല്ലുന്നതല്ല. അതുകൊണ്ട് എന്താണ് മധുത്വം, എന്താണ് കൈടവത്വം എന്ന് മനസ്സിലാക്കി ഒരു ഉപാസകൻ അത് വരാതെ ശ്രദ്ധിച്ചോളുക. ഇങ്ങനെയാണ് മനസ്സിലാക്കി കൊണ്ടുവേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ പറയാ ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലി എന്ന് ചൊല്ലി പോവുക, മധുകൈടവിദ്ര വിധാതൃ വരതേ നമ രൂപം ഈ ഇങ്ങനെ ചൊല്ലിയത് കൊണ്ട് മാത്രമല്ല അത് വേണ്ടത്, ആചരണം വേണ്ടേ? ഇപ്പൊ എളുപ്പം പറയാം. രക്തബീജവതേ ദേവി ചണ്ടമുണ്ട വിനാശിനി. എന്താ ഇപ്പൊ ചണ്ടനും മുണ്ടനും? എന്തായിരിക്കും ചണ്ടമുണ്ട വിഷുവിനി എന്ന് ആലോചിച്ച്. എന്തായിരിക്കും ചണ്ടനും മുണ്ടനും? ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതാ. അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ചണ്ടൻ മുണ്ടൻ. ചണ്ടമുണ്ട വിനാശിനി. എന്താണ് ഈ ചണ്ടനും മുണ്ടനും? അറിയാന്താന്ന്? ഈ കോപം എന്നാണ്. എപ്പോഴും കോപം വരും. കോപം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്തത്? കോപം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മോശം വാക്കുകൾ പുറത്തേക്ക് വരും. അത് തന്നെ. മുണ്ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഭഞ്ജനം, ഭേദനം, നിരാകരണം, ഛേദനം. എന്നുവെച്ചാ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, ചിന്തിക്കും. ബാക്കി തോന്നിയത് വായിൽ തോന്നിയതൊക്കെ പറയും. കോപവും നിന്ദയും എല്ലായ്പ്പോഴും ചേർന്നായിരിക്കുക. കോപം വന്നു കഴിഞ്ഞാൽ അടുത്തത് നിന്ദയാണ്. അടുത്തത് നിന്ദയാണ്. ചണ്ട മാത്രമായിട്ട് നിൽക്കൂല, ചണ്ട മുണ്ടന്മാരെ ഉണ്ടാവുള്ളൂ. ഒരുമിച്ചേ നിക്കുള്ളൂ. അത് ശരി. ഒരുമിച്ചേ നിൽക്കുള്ളൂ. കോപത്തിന്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ.
ഈ പറയൂ ചണ്ടമുണ്ടായ വിനാശിനി എന്ന് പറഞ്ഞാൽ. ഹലോ, കേൾക്കാം കേൾക്കാം. ചണ്ടമുണ്ട വിനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ സ്ഥലത്ത് ചണ്ടമുണ്ടന്മാരെയാണോ അപ്പൊ കൊല്ലാൻ പറയുന്നത്? നിങ്ങളുടെ പ്രവൃത്തി കാരണം നിത്യജീവിതത്തിൽ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് പറയുന്നതാണേ. ശരിയല്ലേ? അത്രയേ ഉള്ളൂ യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് രക്തബീജത്വം നമ്മളുടെ ജീവിതത്തിൽ വരുന്നത്, എന്താണ് ചണ്ടമുണ്ടന്മാർ നമ്മളുടെ ഇതിലേക്ക് വരാൻ സാധ്യത, എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ രക്തബീജനെ വെച്ച് പറയുന്നു എന്നല്ലാതെ അത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെയാണത് വരാൻ സാധ്യത, അതിനെങ്ങനെ നിരാകരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? അല്ല, നമ്മള് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പലതും വായിക്കുമ്പോ നമ്മളിതൊരു പുറത്തൊരു സാധനമായിട്ടാണ് നമ്മളത് വായിക്കാറ്. അല്ലാതെ നമ്മൾ മനസ്സിലാക്കാറ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇത് നടക്കുന്നതെന്നും നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം വികാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവി മഹാത്മ്യം പറയുന്നത് എന്നും മനസ്സിലാവുന്ന ഇപ്പൊ അങ്ങ് പറയുമ്പോഴാണ് സത്യം പറഞ്ഞത്. അല്ല, നോക്കൂ കണ്ണാ, എളുപ്പം പറയാം. ഇപ്പോ ഒരാള് കോപത്തോടു കൂടി മറ്റൊരാളെ ഭർഷിക്കുന്നു, നിഷേധിക്കുന്നു, ചിത്തവാക്ക് പറയണം. അമ്മ മോന്റെ അടുത്ത് പറയണം, മോൻ ഒരു കാരണവശാലും അയാളെ പോലെ ആവരുത്. എന്താ ഉദ്ദേശം? ചണ്ടമുണ്ടത്വം മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ ഇങ്ങനെ കാണുന്ന ഈ ലോകത്ത് നിന്ന് നമ്മൾ എന്താ പഠിക്കണ്ടേ? അപ്പൊ ആകരുത്. അപ്പൊ ആചാര്യന്മാർ ഇങ്ങനെയുള്ള ലോകത്തെ കണ്ടിട്ട് നമ്മളുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ ആകരുത്. അതിനോരോ കഥാരൂപത്തിൽ നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നതാ. നല്ല വിവരവും വിദ്യാഭ്യാസവും ഒരു കുട്ടിക്ക് അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്താൽ എന്തു പറയും? അവൻ ഒരു കാരണവശാലും മറ്റൊരാളെ ദേഷ്യപ്പെടുകയോ മറ്റൊരാളെ ഭർഷിക്കുകയോ നിഷേധവാക്കുകളോ പറയില്ല. അങ്ങനെ വരുമ്പോഴാണ് ചണ്ടമുണ്ട വിനാശിനി. കൃത്യമായ ജ്ഞാനമുള്ള ഒരു കുട്ടി അത് ചെയ്യില്ല. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ലോകത്തെ കണ്ടിട്ട് ആചാര്യന്മാർ അതിനെ ഉപയോഗിച്ചുകൊണ്ടൊരു വഴി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കില്ലേ? അതെ, മനസ്സിലായി. കഥയാണോ സത്യം? കഥയിലൂടെ തരുന്ന ഒരു ആശയം നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ സത്യം? ആശയം പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് ആ സാധനം, അതുകൊണ്ടാണല്ലോ കഥാരൂപത്തിൽ വന്നേ. അതെ, ശാസ്ത്രം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്, ഇല്ലേ? ലോകത്ത് എത്രയോ ആൾക്കാരാണ് അവനവന്റെ ദുരാഗ്രഹം കാരണം ലോകത്തെ നശിപ്പിച്ചത്. എത്ര പേരാണ് ചണ്ടമുണ്ട സ്വരൂപമായിട്ട് നമ്മളുടെ മുമ്പിൽ നാട്ടുകാരെ ചീത്ത പറഞ്ഞുകൊണ്ടും ഭർഷിച്ചുകൊണ്ട് നടക്കുന്നവർ, ഇല്ലേ? അപ്പൊ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഒരു കുട്ടിക്ക്? ഒരു കഥാരൂപത്തിലോ ഇതുണ്ടാക്കിയിട്ട് നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യരുത്. ഇത് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കഥ മാത്രം കേൾക്കരുത്. അതെ അതെ, കഥ കേട്ടിട്ട് മാറിയെന്ന് കഴിഞ്ഞാൽ കഥ മാത്രം കേൾക്കുന്നത് അത് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായി തീരും. നമ്മളപ്പോ നമുക്ക് ജീവിതത്തിന് ഗുണം വരും. ഇപ്പൊ സർവശത്രു വിനാശിനി എന്ന് പറയുമ്പോ നമ്മൾക്ക് എന്തോ ശത്രു ഉണ്ടെന്നുള്ള ശത്രുത ഉണ്ടെന്നൊരു തോന്നല് വന്നോട്ടാ. ശത്രുത്വം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ ജനിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രു എന്ന് പറയുന്നത് ഏതാ ശത്രു? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശത്രു 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 എന്ന് പറഞ്ഞു നമ്മൾ ലോകത്തെ ശത്രുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാനസിക ഭാവമാണ് ശത്രുത. യഥാർത്ഥത്തിൽ അതില്ല. ഉണ്ടോ? ശത്രുത്വം വരുന്നത് എപ്പോഴാ? മനസ്സിൽ ദോഷം വരുമ്പോഴാ. അല്ലാതെ ശത്രുത എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ ശത്രുത എന്താ? നമുക്ക് ധർമ്മം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അധർമ്മം മുതൽ ഭയം വരെയുള്ള ഇവകളെയാണ് ശത്രുത എന്ന് പറയുന്നത്. ധർമ്മവിരോധമായ സാധനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ശത്രുത വരുന്നത്. ഇല്ലെങ്കിൽ അധർമ്മത്വം നേരെ പറയുന്നുണ്ട് അധർമ്മമെന്ന്. മനസ്സിലായോ? നമ്മളുടെ ജീവിതത്തിന് നേരെ ഓപ്പോസിറ്റ് ആവുന്നത് എന്താണ്? അതാണ് ശത്രുത്വം. ആണോ? നമ്മളുടെ ജീവന് ഹാനി വരുന്നതല്ലേ ശത്രുത. ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ജീവന് ഹാനി വരുത്തുന്ന ആരാണ് ശത്രു. ആണോ?
അതെ 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 അത് സ്ഥൂലത്തിൽ. ഇനി സൂക്ഷ്മത്തിൽ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഹാനി വരുത്തുന്ന അധർമ്മം. അതെ ശരിയല്ലേ? ശരിയാ. ധർമ്മം വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അതും കൂടെ വെപ്പിച്ചിട്ട് നമുക്ക് നിർത്താം. എന്തായിരിക്കും അധർമ്മം വന്നാൽ സംഭവിക്കുക? അധർമ്മം വന്നു കഴിഞ്ഞാല് ധർമ്മം വന്നാൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിനെ കൊല്ലും. അത് മനസ്സാ വാചാ കർമ്മണ എന്തെങ്കിലും ഹിംസാതലം ചെയ്യും. ആണോ? അതെ. കാരണം അധർമ്മത്തിന്റെ പത്നി ഹിംസയാണ്. അത് വന്നു കഴിഞ്ഞാൽ അനർത്ഥം വരും. അതായത് അസത്യം പറഞ്ഞു തുടങ്ങും. അതെ 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 അതെ. അസത്യം വന്നാൽ അധർമ്മത്തിന്റെ പത്നിയാണത്, മിഥ്യ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ പുത്രനായിട്ട് എന്ത് വരും? ധർമ്മത്തിന്റെ പ്രിയായിട്ട് മിഥ്യയാണ്. അതിന്റെ പുത്രനായി അതിതേജസ്യായ ദമ്പാണ്. അഹങ്കാരം വന്നു തുടങ്ങും. ആ ദമ്പിൽ നിന്ന് മായാസുരൂപമായിട്ട് തന്നെ അതിന്റെ ഭഗിനിയായിട്ട് വരുന്ന ലോഭമാണ്. മനസ്സിലായി. ഇത് കണക്ട് ചെയ്ത് പോവല്ലേ? ആ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അധർമ്മം വന്നാൽ നിങ്ങൾക്ക് അതിനെ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തെങ്കിലുമൊക്കെ നുണ പറയേണ്ടി വരും. തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പറയുകയാണ് സർവശത്രു വിനാശിനി, ഇല്ലെങ്കിൽ ദേവി ശത്രു വിനാശിനിയാണെന്ന് പറയാൻ എന്താ അർത്ഥം? എന്റെ ധർമ്മം ചെയ്യാൻ എല്ലായ്പ്പോഴും കൂടെ നിൽക്കുന്നതാണ് എന്റെ ഭഗവതി. എല്ലായ്പ്പോഴും ധർമ്മിണിയാണ്, ധർമ്മവർദ്ധിനിയാണ്. അപ്പൊ അതെനിക്ക് തന്നോളൂ എന്ന് പറയുന്നതാണ്. അല്ലാതെ എന്റെ ഏതോ ശത്രു അല്ല പറയുന്നത്. ഇനിയുണ്ട് ധർമ്മസ്യ പ്രിയാരമ്യ മിഥ്യാ ഭാർജാരലോചന തസ്യാ പുത്രോ അതിതേജസ്വി ദംഭ പരമഗോപനഃ സമായാം ഭഗിന്യാന്തു ലോഭം പുത്രം ച കന്യകാം നികൃതിം ജനയാമാസ തയോഃ ക്രോധഃ സുതാഭവത്. കണ്ട, ലാസ്റ്റ് ക്രോധാണ്. എങ്ങനെയുണ്ട്? അവസാന ക്രോധത്തിലേക്ക് എത്തിച്ചു. അതെ. അപ്പോ തുടങ്ങുന്ന ധർമ്മത്തിൽ നിന്നാണ്. ഇനി നമുക്ക് സർവശത്രു വിനാശിനി ഒന്ന് ആലോചിച്ച്. അപ്പോ ശരിക്കും ദേവി മഹാത്മ്യം എന്ന് മാത്രമല്ല, ഏത് ഗ്രന്ഥങ്ങളും പുരാണ ഗ്രന്ഥങ്ങളും എടുക്കുമ്പോൾ തത്വോപദേശമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ തത്വത്തെ അറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ? വ്യാഖ്യാനിക്കാൻ. അല്ലാതെ നമ്മൾ ഏത് ഗ്രന്ഥങ്ങളും വെറുതെ രക്തബീജവതേ ദേവി ചണ്ഡമുണ്ട വിനാശിനി എന്ന് പറയുന്നതിൽ മാത്രമല്ല, അതിന്റെ അർത്ഥതലത്തെ അറിഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് നമുക്കത് വരാതിരിക്കാനും എന്തുകൊണ്ട് ആചാര്യൻ അത് പറഞ്ഞിരിക്കുന്നെന്നും മനസ്സിലാവും. ആശയം കൃത്യമായില്ലേ? ഇതാണ് രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോ ജഹി. ഈ രൂപത്തിന് ഇത്ര ആണെങ്കിൽ ജയത്തിനും യശസ്സിനും ദിശസ്സിനും എത്ര അർത്ഥം ഉണ്ടാവും? ഇപ്പൊ നമ്മൾ രൂപം തുടങ്ങിയിട്ട് 3/4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മൊത്തം 2 ദിവസത്തെ ശരി ആലോചിച്ച്. അതാ ഞാൻ ആലോചിച്ചപ്പോ അതാണ് ഉണ്ടാവും, എത്ര വ്യാഖ്യാനിക്കാണ്ടാവുന്നില്ല. ഒരു വർഷമെങ്കിലും എടുക്കേണ്ടി വരും. 365 ദിവസമെങ്കിലും എടുത്തിരുന്നാലേ ഇത് തീരുള്ളൂ. ഗുണമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രം മുഴുവൻ തീരും. സകല ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രങ്ങളും അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ചിത്തവൃത്തി വിരോധം മുഴുവൻ പറഞ്ഞത് യോഗമാണ്. തന്ത്രങ്ങൾ വരും, യോഗം വരും, ന്യായം വരും, മീമാംസ വരും, ധർമ്മശാസ്ത്രം വരും, എല്ലാം വരും ഇതില്. 18 ശാസ്ത്രങ്ങൾ ഇതിനകത്ത് യോജിപ്പിക്കേണ്ടി വരും അല്ലേ? ഓ, എല്ലാം വരും, എല്ലാം വരും. എല്ലാം അറിഞ്ഞു തന്നെ പറയണം എന്നുള്ളതാണ് അതിന് മാർക്കണ്ഡേയ പുരാണത്തിന്റെ പ്രത്യേകതയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതിന്റെ മാഹാത്മ്യവും, ദേവി മാഹാത്മ്യത്തിന് അതിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നതിന്റെ കാരണവും ഈ സകല ശാസ്ത്രം അതിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാ. ഇതിലേക്ക് മുഴുവനും യോജിപ്പിച്ച് ഒരു വ്യക്തിക്ക്, ആർക്ക് വേണമെങ്കിലും, എല്ലാ വ്യക്തികൾക്കും, ഒരാൾക്ക് വേണ്ടിയിട്ടല്ലത്, ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും അതിലൂടെ നമുക്ക് യോജിപ്പിക്കാം എന്നുള്ളത് അതിന്റെ ഗുണം.
ഏറ്റവും പ്രധാനം ഇതിൽ ഇരിക്കാൻ പറ്റുന്ന ആളുകൾ വേണം എന്നുള്ളതാണ്. അതെ കേൾക്കാൻ യോഗ്യത എന്നൊരു മാനദണ്ഡമുണ്ട്. അതെ അതെ ആ അതെ അതെ അതും വല്ല ഇരിക്കാൻ സാധിക്കണ്ടേ? അതെ 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 ഇരിക്കണ്ടേ? ഒരു വാക്ചരിത്രമാണെങ്കിൽ എത്ര നേരം ഇരിക്കണം മുമ്പിൽ? അതെ. ഓ ശരിയാ. സപ്തശതി രൂപം മുഴുവൻ പറയാൻ തീരുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു 1.5-2 കൊല്ലം പിടിക്കും സത്യത്തില്. അങ്ങനെയല്ല, ആ 2 വർഷം വേണ്ട. നമുക്കിപ്പോ ഇരിക്കുന്നതും അനുസരിച്ചിട്ട് നമ്മൾ പറയുമ്പോ അതിന്റെ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് മുൻപിലേക്ക് പോകാൻ പറ്റുന്നവരായിരിക്കണം ഇരിക്കേണ്ടത്. അതിനുശേഷം അവരവരുടെ ആചരണത്തിലോ തന്ത്രത്തിലോ ആയുർവേദത്തിലോ ഏത് ശാസ്ത്രത്തിലും അവർക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് പൂർണ്ണമായി ഇരിക്കാൻ അറിയണം. അവിടെയാണ് നമ്മൾ പറയുക, രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു പൂർണ്ണത വരിക. അല്ല ഇത് ഓരോ ആദ്യത്തെ ഒരു ടഫ്നെസ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കിട്ടണം. ആദ്യത്തെ ഒരു 2 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഇതിന്റെ ഘടന എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ടൈം എടുക്കുക. പിന്നെ നമുക്ക് ആ ശൈലി കിട്ടും. ആദ്യത്തെ കുറച്ച് നാള് നിങ്ങൾക്ക്, കുറച്ച് ദിവസം നിങ്ങൾക്ക് അതുമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതിനുശേഷം ശരിയാവും. ഒരു ട്രഡീഷണൽ പാത്താണേ, ഗുരുനാഥന്മാര് പറഞ്ഞ് ഇരുത്തി ഉപദേശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനത്തെ ഒരു നിയമം പറയുന്നത്. അല്ലാതെ ഇതൊരു ഫോണിൽ കൂടി ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും. ഇതിപ്പോ ഒരു നിവൃത്തിയില്ലായ്മ കൊണ്ട് നമ്മൾ പറയുന്നത് കൊണ്ടാ. ഞാൻ പലപ്പോഴും ഫോണിൽ കൂടെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഈ പരിമിതി ഉള്ളത് കൊണ്ടാ. ശരിക്കും നേരത്തെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് പറയേണ്ടതാണ് ശരിക്കും. അത് തന്നെയാണ് സാധാരണ ശാസ്ത്രത്തിന്റെ രീതി, അല്ലാതെ പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് സംശയങ്ങൾ വരുമ്പോ ഇത്ര ദൂരെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ വേറെ വഴിയില്ല. അങ്ങനത്തെ ഏതായാലും അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും നമുക്ക് ഇതേമാതിരി എന്തെങ്കിലും വരികയാണെങ്കിൽ അടുത്ത നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. നടക്കട്ടെ.